അടിപൊളി. ഓ നല്ല വെയിറ്റുണ്ട് സാധനം. ഓ നല്ല വെയിറ്റുണ്ട് സാധനം. വെയിറ്റ് ഉണ്ടോ? ഹായ് ഫ്രണ്ട്സ്, ഫുഡ് ഫോർ പീപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തുള്ള തോട്ടത്തിൽ നിന്നൊരു കുമ്പളങ്ങ വലിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ കുമ്പളങ്ങ വെച്ച് നമ്മളൊരു ഹൽവ ഉണ്ടാക്കാൻ പോവാണ്. കുമ്പളങ്ങ ഹൽവ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കുമ്പളങ്ങ ഹൽവ. അപ്പോൾ നമുക്കിത് മുറിച്ചെടുക്കാം. വമ്പൻ സാധനമാണ്, വലിയ സാധനം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അപ്പോൾ തുടർന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കുമ്പളങ്ങ ഹൽവ എങ്ങനെ ഉണ്ടാക്കുന്നത് മുഴുവനെ കാണുന്നുണ്ടോ, മറക്കരുത്. കുമ്പളങ്ങൻ്റെ കുരു നമ്മളിങ്ങനെ കളയണം. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ കുമ്പളങ്ങ നമുക്കൊന്ന് വൃത്തിയാക്കാനുണ്ട്. ആദ്യം നമ്മൾ കുറച്ച് കട്ട് ചെയ്ത കുമ്പളങ്ങ നമുക്കൊന്ന് കഴുകി എടുത്ത ശേഷം ഇതൊന്ന് ചെറുതായി ചീവി വെക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഓൾറെഡി ഒരു കുമ്പളങ്ങ ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെയാണ്. അപ്പോൾ ആരും ചെക്കൻ വെറുതെ ഇരിക്കാൻ വേണ്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടാ. ആൾ കയ്യിലൊരു വീരത്താഴ്മ കിട്ടിയിട്ടുണ്ട്. കാണിക്ക്, ചെറുതായിട്ടൊരു കത്തി കൊണ്ടൊന്ന് കീറി വിട്ടു. അത് ഷെഫ് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ? സാരല്ല, ചെക്കൻ കുറച്ച് മാസ്റ്റർ ഷെഫാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാവും. വീട് 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 അത് ഈ കുമ്പളങ്ങൻ്റെ വെള്ളം നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇതിൻ്റെ വെള്ളമാണ് മുഴുവനായി പിഴിഞ്ഞ് കളയേണ്ടതാണ്. കുമ്പളങ്ങ ഇത്ര വെള്ളം ഉണ്ടെന്ന് ഇപ്പോഴും അറിയാം. രണ്ടാമത്തെ ട്രിപ്പ് ശരിക്കും ഓരോ ബോൾ ഓരോ കുമ്പളങ്ങ പോലെ അല്ലേ? അടിപൊളിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുമ്പളങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി കുമ്പളങ്ങ നമുക്ക് ചട്ടിയിലേക്ക് വേണ്ട. അപ്പോൾ നമ്മളിവിടെ ഒരല്പം തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. എന്താ വെച്ചാൽ കുമ്പളങ്ങയിൽ നിന്ന് ഇനിയും വെള്ളം വരാനുണ്ട്. അപ്പോൾ ആരും തന്നെ നമ്മൾ ആ കുമ്പളങ്ങ പിഴിഞ്ഞെടുത്ത വെള്ളത്തിൽ ഒരിക്കലും വേവിച്ചെടുക്കാൻ നോക്കരുത്. നമ്മൾ ഫ്രഷ് ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഇത് വേറെ വേവിച്ചെടുക്കണം. മഴ വരാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം അതുകൊണ്ട് നമ്മൾ അടുപ്പ് കത്തിച്ചില്ല വിറകിട്ടിട്ട്. കാരണം മഴ വരുന്നുണ്ട്. മഴ വന്നു ഇതാ, എവിടെയോ മഴയുണ്ട്, എവിടെയോ ഇല്ല. അപ്പോൾ മഴ പെയ്തിപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴ, നല്ല മഴ. മക്കളെ ഭയങ്കര മഴയാണ് കേട്ടോ. നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മഴ പെയ്തിട്ടും നമ്മുടെ അമ്മമാർ പാടത്ത് പണിയെടുക്കൽ നിർത്തിയിട്ടില്ല. അവർ അപ്പോൾ നമുക്കിനി കുമ്പളങ്ങ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ കുമ്പളങ്ങ വെന്തിട്ടുണ്ട്. പുക ഇങ്ങനെ പൂന്നടിക്കണം. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ
വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട്. നമുക്ക് ഒന്നും കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളൊരു ഓട്ടയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ചൂടുണ്ട്, നല്ല ചൂടുള്ളതുകൊണ്ട് ഈ കുമ്പളങ്ങ നമുക്ക് ഇതിലിട്ടിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർന്നെടുക്കാം. അപ്പോൾ ഏകദേശം വെള്ളം ഇതിൽ നിന്ന് വാർന്നിട്ടുണ്ട്. നമ്മൾ മുഴുവനായിട്ട് ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോഴേ ചെയ്ത പോലെ തോർത്തിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചാക്കിയിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായി ഡ്രൈ ആക്കിയിട്ടുണ്ട് കുമ്പളങ്ങ. അപ്പോൾ വെള്ളമൊന്നുമില്ല, വറ്റിച്ചിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ആദ്യം നമുക്ക് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. ഫ്രണ്ട്സ്, നമുക്ക് കുമ്പളങ്ങ ഹൽവ തയ്യാറാക്കാം. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിൽ. ഇനി നമുക്കിതിലേക്ക് ഈ വേവിച്ചെടുത്ത കുമ്പളങ്ങ ഇതിലിടാം. അപ്പോൾ നമ്മൾ 25 കിലോ കുമ്പളങ്ങയ്ക്ക് 3 കിലോ പഞ്ചസാര എടുത്തിരിക്കുന്നത്. നമുക്ക് മധുരം നോക്കിയിട്ട് പിന്നെ ആഡ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര മെൽറ്റായിട്ട് ഏകദേശം വെള്ളം പോലെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫുഡ് കളർ ചേർക്കാം. ഫുഡ് കളർ ചേർത്ത് തന്നെ ഈ ഹൽവൻ്റെ കളർ ഇട്ടുള്ളൂ. നമ്മളെടുത്തിരിക്കുന്നത് ചുവപ്പ് കളർ ഫുഡ് കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞ, പച്ച ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. ആ ഫ്രണ്ട്സ്, നമുക്കിനി ഇതിലേക്ക് കുമ്പളങ്ങൻ്റെ കുറച്ച് വിത്തുണ്ട്, അത് കഴിക്കാൻ നല്ല രസമായിരിക്കും. ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങ ഹൽവൻ്റെ കുമ്പളങ്ങൻ്റെ വിത്തും കൂടി ചേർത്ത് എങ്ങനെ ഉണ്ടാവും? ചില്ലുന്നുണ്ടാവും. ഇനി നമുക്ക് മണം കിട്ടാനായിട്ട് ഏലക്കായ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കാം. അപ്പോൾ നമ്മൾ 3 കിലോ പഞ്ചസാര അപ്പോഴേ എടുത്തത് മുഴുവൻ ഇട്ടിട്ടില്ല. അപ്പോൾ മധുരം പോരാത്തതുകൊണ്ട് നമ്മൾ അത് മുഴുവൻ ഇതിലിടുകയാണ്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു 1/2 ലിറ്റർ നെയ്യെങ്കിലും ഇതിന് ആവശ്യമുണ്ട്. അടിപൊളി സെറ്റ് ഇട്ടാ ടേസ്റ്റ് നോക്കൂ. ചൂടുണ്ട് കേട്ടാ. എങ്ങനെ അടിപൊളി സെറ്റ് സാധനം. മധുരം പ്രശ്നം, നമ്മൾ മധുരമാണ് സെറ്റ് ആവുന്നത്. സ്വീറ്റ് ഉണ്ട്, സോ സ്വീറ്റ്. നല്ല നല്ല അടിപൊളി ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് തിന്നുക. അപ്പോൾ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഈ ഇത്ര 25 കിലോ കുമ്പളങ്ങി വെച്ച് നമ്മൾ ഉണ്ടാക്കാൻ കാരണം ഇത് നമുക്ക് നമ്മുടെ നാട്ടുകാർക്കൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയത്. സംഭവം 25 കിലോ കുമ്പളങ്ങ എടുത്തപ്പോൾ ആകെ ഇത്ര കിട്ടുള്ളൂ ശരിക്കും പറഞ്ഞല്ലേ സുഖല്ലേ? കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ അടിപൊളി ഫുഡുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.